നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്ന് ആരോപിച്ച് കണ്ണൂർ പാപ്പിനിശ്ശേരി ആയിഷ ഗോൾഡിന് മുന്നിൽ സമരവുമായി നിക്ഷേപകർ. തട്ടിപ്പിൽ 60 കോടിയോളം രൂപ നിക്ഷേപകർക്ക് നഷ്ടമായെന്നാണ് സൂചന. പരാതി നൽകാൻ ശ്രമിച്ചവരെ പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. ജീവിതമാർഗത്തിന് ആരെയും ആശ്രയിക്കേണ്ട, ആർക്കും ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ധരിച്ചിരിക്കുന്ന ആഭരണം കൊണ്ടു കൊടുത്തിട്ടാണ് 3 ലക്ഷം ഇവിടെ നിക്ഷേപിച്ചത്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ പൈസയില്ല, എനിക്ക് ഒന്നുമില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ കല്ലിൻ്റെ പണിയൊക്കെ എടുത്തിട്ട് പിന്നെ 2ാം നിലയിലൊക്കെ കല്ലെല്ലാം കയറ്റി അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയ പൈസയാണ് ഇവരെ മോഹന വാഗ്ദാനം നല്ല വാഗ്ദാനം കേട്ടിട്ട് ഇതിൽ നിക്ഷേപിച്ചത്. കണ്ണൂരിലെ ആയിഷ ഗോൾഡ് ഉടമകൾ നടത്തിയ വൻ തട്ടിപ്പിന്റെ ഇരകളിൽ ചിലരുടെ മാത്രം ദുരവസ്ഥയാണ് ഈ കേട്ടതൊക്കെയും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 11 ആയിഷ ഗോൾഡ് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവരാണ് വഞ്ചിക്കപ്പെട്ടത്. 1 ലക്ഷം രൂപയ്ക്ക് 900 രൂപ മാസം ഡിവിഡൻഡായി നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 2018 ശേഷം നിക്ഷേപകർക്ക് പണം ലഭിച്ചില്ല. ഇതിൻ്റെ ഉടമ അഷ്റഫ് എന്ന് പറയുന്ന ആൾ കോവിഡ് സമയത്ത് മരണപ്പെട്ടു. അതുവരേക്കും 2000-ലധികം ആളുകളുടെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അത് സാധാരണക്കാരായ ഒട്ടനവധി സ്ത്രീകളടക്കമുള്ള ആളുകൾ. കാരണം അവരന്നു ജോലി ചെയ്ത് കിട്ടുന്ന ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി, കാരണം ഡയാലിസിസ് പേഷ്യൻറ്റുകളുണ്ട്, ക്യാൻസർ പേഷ്യൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധവകളുണ്ട്. ഇവരൊക്കെ മാസത്തിൽ ഇവരുടെ ഡിവിഡൻഡായിട്ട് 900 രൂപ കിട്ടും 1 ലക്ഷത്തിന്. ആ ഒരു പ്രതീക്ഷയിലാണ് അഷ്റഫ് എന്ന് പറയുന്ന ഈ മുതലാളി ഉള്ള സമയത്ത് ഇവർ നിക്ഷേപിച്ചത്. പക്ഷേ 2019 പിന്നെ ആ ഡിവിഡൻഡ് തുക കിട്ടാതെയായി. പ്രവാസികളായ പലരും ലാഭവിഹിതം പ്രതീക്ഷിച്ച് സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 1/2 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നിക്ഷേപിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട്. പലരും പ്രവാസ ജീവിതത്തിന് ശേഷം സഹായമാകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപം നടത്തിയത്. പണം നഷ്ടമായി ഇവർക്ക് ജീവിക്കാൻ കൂലിവേല ചെയ്യേണ്ട അവസ്ഥയാണ്. ഗൾഫിൽ കടന്നിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഉള്ളത് കൊണ്ട് കൊടുത്താണ് അത് കിട്ടട്ടെന്ന് വെച്ചിട്ട്. ഇപ്പം ഞാൻ പെയിൻറ്റിൻ്റെ പണി സ്ഥലത്ത് ഇപ്പോൾ ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് പണിയെടുക്കുന്ന ഇവിടുന്ന് നാട്ടിൽ കൂലിപ്പണി എടുക്കുന്നത്. എൻ്റെത് 3 ലക്ഷം. വീട് വിറ്റ് കിട്ടിയ പണം നിക്ഷേപിച്ച ചാന്ദ് ബീബി ഇപ്പോൾ സ്വന്തമായി ഒന്നുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഞാൻ നടക്കുന്നു, കരയുന്നു, എനിക്ക് ആരുമില്ല, എനിക്ക് വീടില്ല, ഒന്നുമില്ല. മക്കൾ വീട്ടിലെ കിടക്കുന്നു, ഇപ്പം അമ്മക്ക് അടിക്കുന്നു, കലമ്പുന്നെല്ലാം ചെയ്യുന്നു. എൻ്റെ ഇത് ഈ പൈസ എൻ്റെ മക്കൾ വീട് വിറ്റിട്ട് എനിക്ക് 3 ലക്ഷം നിങ്ങളെ കബറിൽ പോകുമ്പോൾ നിങ്ങൾ ചെലവുക്ക് വേണ്ടി ഇത് വെച്ചോന്ന് പറഞ്ഞ് ആ പൈസ എൻ്റെ മക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ മോള് ജാസ്തി ഡിമോണ്ട് കിട്ടുമ്പോൾ എങ്ങനെ ജീവിക്കാനിട്ട്. പരാതിയുമായി പോലീസിനെ സമീപിക്കുമ്പോഴും അനുകൂല പ്രതികരണമില്ലെന്ന ആരോപണമുണ്ട്. നിക്ഷേപിച്ച പണത്തിന്റെ ഉറവിടം ചോദിച്ചുൾപ്പെടെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് വളപട്ടണം പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ച കാട്ടാമ്പള്ളി സ്വദേശിനി ഫാത്തിമ പറയുന്നു. ഇതുമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ട് യാതൊരു സഹായം അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അവർ വളപട്ടണം സ്റ്റേഷനിലാണ് ആദ്യം പോയത്. അവർ യാതൊരു ഇവർക്ക് കൂട്ടുനിന്ന് സപ്പോർട്ട് പറയുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇട്ടത്, എങ്ങനെ ഇട്ടത്, നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്, നിങ്ങൾക്ക് സ്രോതസ് വെളിപ്പെടുത്താൻ കഴിയോ. ഭർത്താവ് ഉപേക്ഷിച്ചപ്പോൾ ജീവനാംശമായി നൽകിയ പണം നിക്ഷേപിച്ചവർ, കല്ല് ചുമന്ന് ലഭിച്ച പണം നിക്ഷേപം നടത്തിയവർ, ഉംറ കർമ്മത്തിന് നീക്കിവെച്ച തുകയിൽ ബാക്കി നിക്ഷേപിച്ചവർ തുടങ്ങി 2000-ലേറെ ആളുകളാണ് തട്ടിപ്പിന് ഇരയായത്. വഞ്ചിക്കപ്പെട്ടവരുടെ എണ്ണം ഇതിലും കൂടുതലുണ്ടെന്നാണ് സൂചന. സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിറ്റ് പണം തിരിച്ചു നൽകാമെന്ന് പലതവണ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും എല്ലാം പാഴ്വാക്കായി. ഇതേ ഉടമയുടെ കീഴിലുള്ള ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നതായി ആരോപണമുണ്ട്. 1 ലക്ഷത്തിന് 1100 രൂപ ഡിവിഡൻഡായിരുന്നു ഇവിടുത്തെ വാഗ്ദാനം. പണം തിരിച്ചു കിട്ടുന്നതുവരെ സമരം തുടരാനാണ് നിക്ഷേപകരുടെ തീരുമാനം. വീട് വിറ്റ പണമുണ്ട്, കല്ല് ചുമന്നുണ്ടാക്കിയ പണമുണ്ട്, ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പണമുണ്ട്, ഉംറയ്ക്ക് പോയതിൻ്റെ ബാക്കി വന്ന പണം പോലുമുണ്ട്. ആ പണം നിക്ഷേപിച്ച 2000-ഓളം പാവങ്ങളെയാണ് ആയിഷ ഗോൾഡിന്റെ മുതലാളിമാർ പറ്റിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോലീസും നിഷ്ക്രിയരാണെന്ന് ഇവർ ആരോപിക്കുന്നു. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.